സൺഡേ ബസാർ. അതെ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് കാലത്ത് നമ്മൾ ചർച്ചിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് സൂററ്റ് പട്ടണം കാണാൻ നമ്മൾ ഇറങ്ങിയത്. ഈ കാണുന്നത് ബസ് സ്റ്റോപ്പാണ്. ബസ് പോകുന്ന ലൈനാണ് ഇത് കാണുന്നത്. ഈ ലൈനിലല്ലാതെ ബസ്സിന് പോകാൻ വേറെ പെർമിഷൻ ഇല്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സിസ്റ്റങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ബസ്സുകളുടെ മത്സരോട്ടങ്ങൾക്ക് ഒരു പരിധി വരെ ഇതിന് അറുതി ഉണ്ടാക്കാൻ കഴിയും. ഇത്ര നല്ല സൗകര്യങ്ങളുണ്ടെങ്കിലും റൂട്ടിൽ പശുക്കളുടെ എണ്ണത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല. പോകുന്ന വഴിക്ക് കണ്ട മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് റോട്ടിൽ വലിയ തിരക്കില്ല. മിക്ക സ്ഥാപനങ്ങളും അവധിയാണ്. പോകുന്ന വഴിക്കാണ് നമ്മൾ ബൈക്കിലൊക്കെ ഒരു പ്രത്യേക തരത്തിലെ കമ്പി വളച്ചു വെട്ടിയിരിക്കുന്നുണ്ട്. ഇത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, മരങ്ങളിൽ പട്ടത്തിന്റെ വള്ളികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഈ വള്ളികൾ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ടാണ് ബൈക്കിൽ അങ്ങനെ ഒരു പോലത്തെ ഒരു കമ്പി വളച്ചു കെട്ടിയിരിക്കുന്നത്. ഈ കാണുന്ന വണ്ടി നിർത്തിച്ച് നമ്മൾ ഇതിൽ നിന്നൊരു ക്യാൻ വെള്ളം മേടിച്ചായിരുന്നു. നമ്മൾ യാത്ര ലോങ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇത്തിരി ക്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായി. അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അത് തീരാറായപ്പോൾ അങ്ങനത്തെ വണ്ടികൾ കാണുമ്പോൾ നമ്മൾ അവരുടെ നിന്നാണ് വെള്ളം മേടിക്കുന്നത്. രണ്ട് കാര്യങ്ങൾക്കാണ് സൂററ്റ് ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് ഡയമണ്ട് കച്ചവടത്തിനും പിന്നെ ടെക്സ്റ്റൈൽ മാർക്കറ്റിനും. പക്ഷെ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് പല സ്ഥാപനങ്ങളും അവധിയായിരുന്നു. നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ചിരുന്നത് ഇവിടെ ഒരു ബോംബെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അത് അവധിയാണെന്ന് മനസ്സിലായത്. പിന്നെ നമ്മൾ നേരെ പോയത് അവിടുത്തെ ഒരു ലോക്കൽ സൺഡേ മാർക്കറ്റിലേക്കാണ്. ഈ വീഡിയോയിൽ കൂടുതലും ആ മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. നല്ല തിരക്കുള്ളൊരു മാർക്കറ്റാണ്. വളകള്, ഡ്രസ്സ്, ബാഗ്, കളിപ്പാട്ടങ്ങള്, പേഴ്സ്, കണ്ണാടി, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അധികം സാധനങ്ങളുണ്ട് ഇവിടെ. ലോക്കൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത വിലക്കുറവുണ്ട്. അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും സാധനങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഈ കാണുന്നത് ഷർട്ടിന്റെ തുണികളാണ്. ഇത് നമുക്ക് മേടിച്ചുകൊണ്ടേ നമ്മുടെ അളവിന് നമുക്ക് തയ്പ്പിച്ചെടുക്കാം. ഇത് കുട്ടികൾക്കുള്ള ഡ്രസ്സിന്റെ ഏരിയ ആണ്. $200 തൊട്ട് തുടങ്ങുന്ന വാച്ചുകളുണ്ട് ഈ കൂട്ടത്തില്. സാരികൾക്കൊക്കെ ഏകദേശം $1000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിന്റെ പരിസരം ആകെ മോശമാണ്. വേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഇട്ട് വാരി വലിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നല്ല ചെറിയ ചെറിയ കടകളൊക്കെ ആക്കി ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ വരുന്ന ആൾക്കാർക്കും അതൊരു സൗകര്യമായിരുന്നു തന്നെ. ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിത നിലവാരവും ഒന്ന് മെച്ചപ്പെട്ടേനെ. തിരക്കുള്ളത് കൊണ്ട് തന്നെ സാമാന്യം നല്ല രീതിയിലുള്ള പൊടിയുടെ ശല്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് വരുന്നവര് ഒരു മാസ്ക് ഒക്കെ കരുതിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞങ്ങളൊരു ഉച്ച സമയത്താണ് ചെന്നത്. അപ്പൊ വെയിലുള്ളതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇത് ബാക്കിലേക്ക് വരുമ്പോൾ മരങ്ങൾ കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് തണല് കാര്യങ്ങളുണ്ട്. വരുന്ന ആൾക്കാർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളുണ്ട്. ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കളർ കണ്ടാൽ ഒരു 1.5 കളർ തന്നെയാണ് ഭക്ഷണത്തിന്. പുറമേ നിന്നുള്ള മാർക്കറ്റിന്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. വരും കാലഘട്ടങ്ങളിൽ ഇതെല്ലാം മെച്ചപ്പെടുന്നു നമുക്ക് വിശ്വസിക്കാം. അവിടെ നിന്ന് നമ്മൾ യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് ഒരു BMW കാറ് ആക്സിഡൻ്റായി കിടക്കുന്നത് കണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് പശുക്കളുടെ വലിയൊരു ജാഥ തന്നെ കണ്ടത്. ഈ യാത്രയിൽ ഇത്രയും വലിയൊരു കൂട്ടത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഗുജറാത്തുകളിലെ പശുവിൻ്റെ കൊമ്പ് ഒരു രക്ഷയില്ലാത്ത, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കൊമ്പ് വേറൊരു നാട്ടിലെ പശുവിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ പശുക്കളുടെ റാലി കാരണം ആ റോഡ് ബ്ലോക്ക് ആയിരുന്നു. കുറെ നേരം കഴിഞ്ഞാണ് ആ റോഡൊന്ന് ക്ലിയർ ആയത്. ഇവിടുന്ന് ഞങ്ങൾ അടുത്ത് പോകുന്നത് ലോകത്തിൽ തന്നെ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സ്റ്റാച്യു കാണാനാണ്. അതേതാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.